പെരിയ മക്കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതിനെ ക്ഷണിക്കുമ്പോൾ ഇതിന് വരാൻ പറ്റിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം നടക്കുകയാണ്. അത് ഏപ്രിൽ മാസം 2-ാം തീയതി വരെ ഉണ്ട്. ഇന്ന് പാർലമെന്റിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ അതിനൊരു ഭേദഗതിയുമായി എന്നെ സമീപിച്ചാണ്. ഇന്ന് പാർലമെൻറ്റിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേ തിരക്കുകളുള്ളതുകൊണ്ട് ഇന്ന് പാർലമെൻറ്റിൽ പോകാനായില്ല. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. പാർലമെൻറ്റിൽ പോയിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ നിയോഗം ഇവിടെ വരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ പുത്തൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇന്ന് പാർലമെൻറ്റിൽ പോകാതെ ഞാനിവിടെ വന്നത്. ഉത്തര മലബാറിൻ്റെ മൂല്യശോഭയും തുളുനാടിൻ്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് ബസ്തികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പള്ളികളുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഉത്തര മലബാർ. മണികണ്ഠൻ മിന്നംകുളം അധ്യക്ഷത വഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. K കുഞ്ഞിരാമൻ, ഡോക്ടർ CK സബിത, അഡ്വക്കേറ്റ് MK ബാബുരാജ്, സിന്ധു പത്മനാഭൻ, ഉഷ N നായർ, M രമേശ് യാദവ്, K ശിവരാമൻ മേസ്ത്രി, ചന്ദ്രൻ P പെരിയ, രാജൻ പെരിയ, K കൃഷ്ണൻ മൊട്ടമ്മൽ, വിജയൻ കണ്ണോത്ത്, ശൈലജ തണ്ണോട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രവീന്ദ്രൻ മേപ്പാട്ട് സ്വാഗതവും M ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. 2023 ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ വിജയൻ മീങ്ങുന്നോനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അരവത്ത് ബ്രഹ്മശ്രീ KU പത്മനാഭതന്ത്രിയെ പൂർണ്ണകുംഭത്തോടുകൂടി വരവേൽക്കൽ ചടങ്ങും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.